ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഏതൊരു ബന്ധത്തെയും തകർക്കാൻ കഴിവുള്ള 5 സംഭാഷണ രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പലപ്പോഴും പല റിലേഷൻഷിപ്പിലും അതിനെ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ സംഭാഷണം എന്ന് പറയുന്നത്. കറക്റ്റായിട്ടല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായ രീതിയിലാവും ബാധിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതായത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ കഴിവുള്ള സംഭാഷണ രീതികളാണ്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് കയറി സംസാരിക്കാന്നൊക്കെ നമ്മൾ പറയും. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് ഇത് ഒരു പ്രാവശ്യമല്ല, എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. എന്തെങ്കിലും അവർ പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്പോൾ കയറി സംസാരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് മുഴുവൻ പറഞ്ഞു തീർക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ഭയങ്കര ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു വരുമായിരിക്കും. അതായത് മുഴുവനായിട്ട് പറഞ്ഞു തീർക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ഫ്ലോ അങ്ങോട്ട് കളഞ്ഞുകൊണ്ട് ഇടയിൽ കയറി അങ്ങോട്ട് സംസാരിക്കും. അപ്പോൾ അവർക്കത് തീരെ ഇഷ്ടമാവണമെന്നില്ല. മാത്രമല്ല അത് മര്യാദകേടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ സംസാരിക്കുമ്പോൾ മുഴുവനായിട്ടും സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദ ഇല്ലായ്മയാണ്. സോ അങ്ങനെ കാണിക്കരുത്. അപ്പോൾ ആദ്യമൊക്കെ അവർ ചിലപ്പോൾ അത് വലിയ കാര്യമൊക്കെ എടുക്കണ്ടാവില്ല. പിന്നെ അവർക്ക് തന്നെ അതൊരു ഭയങ്കര മോശമായൊരു പ്രവൃത്തിയായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പോകെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ അസ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പറയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ബാക്കി ഫുള്ളായിട്ട് ഊഹിച്ചെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടും. പിന്നെ നിങ്ങൾ അവരോട് പെരുമാറുന്നുണ്ടാവുക അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടാവുക ആ ഒരു കാര്യം വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഊഹിച്ചെടുത്ത് അസ്യം ചെയ്തുകൊണ്ട് പിന്നെ പെരുമാറുന്ന ആ ഒരു പ്രവൃത്തി അതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം, എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കാം. ഇനിയിപ്പോൾ അവരിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും തന്നെ എനിക്ക് മനസ്സിലായി, എന്താ നീ പറയാൻ പോകുന്നുള്ളത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഫില്ല് ചെയ്തെടുക്കാൻ നിൽക്കാതിരിക്കുക. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കേൾക്കാനും അത് ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കാനും ശ്രമിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളൊരു സിറ്റുവേഷനെ വളച്ചൊടിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ അതിന് മുഴുവനും ശരിയായ രീതിയിലായിരിക്കും മറ്റുള്ളവരോട് പറയുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളും തമ്മിൽ ചെറിയൊരു പ്രശ്നം മുന്നേ ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരാളെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്തിയിട്ടാവും പറയുണ്ടാവുക. നിങ്ങൾ മുഴുവൻ നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ആ സിറ്റുവേഷൻ മുഴുവനായിട്ട് വളച്ചൊടിച്ച് നിങ്ങൾക്ക് പോസിറ്റീവായ രീതിയിലായിരിക്കും പറയുണ്ടാവുക എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾക്ക് അറിയാം ശരിയും തെറ്റും എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ മുഴുവനായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക. ആ ഒരു കാര്യം മുഴുവനായും വളച്ചൊടിച്ചിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന ആളോടാണെങ്കിൽ തന്നെ, ഇപ്പം നിങ്ങൾ ആരോടാണോ പറയുന്നത് അവരോടായാലും അല്ലെങ്കിൽ ഇപ്പം ആരുമായിട്ടാണ് ഒരു പ്രോബ്ലം നടന്നിട്ടുള്ളത്, അങ്ങനെ ആരുമായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് വേണ്ട രീതിയിൽ മാത്രം നമ്മളൊരു സിറ്റുവേഷനെ വളച്ചൊടിക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമതൊരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ വലുതായിട്ട് കാണുന്ന ഒരു സ്വഭാവം. അതായത് വളരെ കുഞ്ഞൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിങ്ങൾ കാണുകയും ആ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ അതൊന്നും കാണില്ല. പോസിറ്റീവായത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ പോലും നിങ്ങൾ അതിനെ കണ്ട ഭാവം നടിക്കില്ല എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ അങ്ങനൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുഞ്ഞൊരു പ്രശ്നമായിരിക്കും നടന്നിട്ടുണ്ടാവുക, അപ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞ് വലുതാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞു പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി മാറ്റി വലിയ ഒരു ആൾക്കൂട്ടമൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്കൊക്കെ വലിയൊരു ഭൂകമ്പം പോലെ ഒന്നും ആക്കി മാറ്റാതിരിക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം, അതേപോലെ തന്നെ അവിടെയുള്ള ഇപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായ രീതിയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അത് കണ്ടില്ല എന്ന് നടിക്കരുത്. അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് എതിരെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് അപ്പം നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ മറ്റുള്ളവർ മോശമാണെന്ന് കരുതാനും ആ രീതിയിൽ പിന്നീട് നിങ്ങളോട് പെരുമാറാനും നിങ്ങൾ ഒറ്റപ്പെടുത്താനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരോടും പെരുമാറാതിരിക്കും. ഇനി അഞ്ചാമതൊരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും കംപ്ലൈന്റും റിക്വസ്റ്റും മാത്രം പറയുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറോടാണെങ്കിലും
ശരി, നമ്മൾ എപ്പോഴും പറയുന്നുണ്ടാവുക കംപ്ലയിൻസ് ആയിരിക്കും, അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കംപ്ലയിൻറ്റ് മാത്രം പറയും. അങ്ങനെ അല്ലെങ്കിൽ റിക്വസ്റ്റ് മാത്രം പറയുന്നുള്ളതാണ്, അങ്ങനെ ചെയ്തുതരും ഇങ്ങനെ ചെയ്തുതരും എന്നുള്ളത്. ഇത് രണ്ടും നല്ല കാര്യമല്ല. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചോദിക്കാം, അതായത് റിക്വസ്റ്റ് പറയാം. ചില കാര്യങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഈ കംപ്ലയിൻറ്റ് നമ്മൾ മുഴുവനായിട്ട് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്ത് തന്നില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് എനിക്ക് അങ്ങനെ ചെയ്ത് തന്നാൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. അതേപോലെ റിക്വസ്റ്റ് ചെയ്യുന്നതും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അവരുടെ മേലെ ഏൽപ്പിക്കുകയാണ്. അതായത് നിങ്ങളാണ് എനിക്കിത് ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കാണുള്ളത് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നുണ്ടാവുക റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നതും ഇത് മുഴുവൻ എൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റി, അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഇതിലൊരു കാര്യമില്ലേ എന്നുള്ള തോന്നൽ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും പറയാതിരിക്കുക. കംപ്ലൈന്റ് ആണെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിലും ഒരുപാട് നമ്മൾ പറയാതിരിക്കുക. കുറേയൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ടൊക്കെ പറയുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അത് നമ്മുടെ റിലേഷൻഷിപ്പിന് ഇതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എനിക്ക് ഇപ്പം നിങ്ങൾക്കൊരു ഡ്രസ്സ് എടുത്ത് തരികയാണെങ്കിൽ എനിക്ക് ആ ഡ്രസ്സിനേക്കാൾ മറ്റൊരു ഡ്രസ്സായിരിക്കും മാച്ച് ആവാൻ തോന്നുന്നു അല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവരോട് അവരുടെ ഒപ്പീനിയൻ കൂടി ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ് എനിക്ക് ഈ ഡ്രസ്സാണ് ഭംഗിയുള്ളത്, നീ ഇതെടുത്തോ എന്ന് പറയാൻ നിങ്ങൾ ഈ രീതിയിൽ പറയാം. അല്ലാണ്ട് എനിക്ക് ആ ഡ്രസ്സൊന്നും ഭംഗി ഉണ്ടാവില്ല, എനിക്ക് വേറെ ഡ്രസ്സ് ഭംഗി ഉണ്ടാവുക എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് അപ്പോൾ ഇതെടുത്താലാണ് കുറച്ചുകൂടി രസം ഉണ്ടാവുക അല്ലേ എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കാം. അപ്പോൾ കംപ്ലയിൻസും റിക്വസ്റ്റും ഒക്കെ ഒരു പരിധിയിൽ കവിഞ്ഞ് നിങ്ങൾ പറയാതിരിക്കുക, അതൊക്കെ കുറച്ച് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും പുറമേ ഇപ്പോൾ ഏതൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ പ്രണയബന്ധം മാരേജ് റിലേഷൻഷിപ്പ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഏതൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അതിൽ ചെറിയ ചെറിയ പാളിച്ചകൾ വന്നാൽ പോലും അത് ആ ബന്ധത്തെ തന്നെ പല രീതിയിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആ കമ്മ്യൂണിക്കേഷൻ നേരെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വളരെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾക്കൊന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതോടൊന്ന് ചോദിച്ചേക്കാം, ഞാനത് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.